ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ചെറിയൊരു യാത്രാ വിശേഷങ്ങൾ കാര്യങ്ങൾ കയറാനുണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. മീനുക്കുട്ടി സ്കൂളിൽ പോയി. അപ്പം നമ്മൾ ഒരു 10 മണിയായി. അതെ, 10 മണിയായി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണേ. ഇങ്ങനെ വാവച്ച് ഓടിപ്പോയി ആട്ടേ കയറാൻ പോവുകയാണ്. പോണത് കണ്ടാൽ വിചാരിക്കും അവിടെ ടൂർ പോവുകയാണ്. നമ്മുടെ ഇത് കൂപ്പിൽ നിന്ന് നമ്മുടെ മുള്ളുവേങ്ങാമൂട്ടിലോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. കൂപ്പിൽ വഴി പോകുന്നത് അത് കുഴപ്പമില്ല, സാമാന്യം വൃത്തിയുള്ള റോഡാണ്. പൊന്മുടി പൊന്മുടി പാതയിൽ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിതാ ഇത് കണ്ടോ, റോഡ് കുറേ കാലം ഇത്ര കൊല്ലങ്ങളായിട്ട് കിടക്കുക. ഇതിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ റോഡ് അത്രയും നല്ല വൃത്തിയായിട്ട് കിടക്കേണ്ട റോഡാണ്. ഈ റോഡാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നമ്മുടെ ISROയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടാ? 16 കല്ലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കരിങ്കട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് കാണുന്നത് ഇടത് സൈഡ് രാജന്ത ഹോസ്പിറ്റലും വലത് സൈഡിലായിട്ട് എത്തുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ബിഷപ്പ് വിൻസൻ ഒരു ITI ഉണ്ട് കേട്ടോ. NCVTയുടെ ഒരു ITI ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന വഴി. നമ്മൾക്ക് പിന്നെ മുമ്പോട്ടാണ് പോവേണ്ടത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കരിങ്കടക്കാവ് ശ്രീ തമ്പുരാൻ ദേവി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പേര് കേട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഇത്. MRI ഒരു ബേക്കറി, MR ഫുഡ് പ്രോഡക്റ്റ്. നമ്മൾ വരുന്ന വഴിക്ക് വലത് സൈഡിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരം. അതാണ് നമ്മുടെ സ്വർഗീയ കൂടാരം. ഇവിടെ ഒരു ധ്യാന കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചുളുമാനുള്ള ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു ധ്യാന കേന്ദ്രമാണ് ഇതെന്ന് പറയുന്നത് സാഫ് ഓഡിറ്റോറിയത്തിൻ്റെ പാർക്കിംഗ് ആണ്. പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്. നമ്മളിപ്പോൾ ഓഡിറ്റോറിയം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ ടോൾ ജംഗ്ഷനിലുള്ള നേഴ്സറിയാണ് കേട്ടോ, ചെടികളുടെ. ഏഞ്ചൽസ് ഗാർഡൻ. അത്യാവശ്യം നല്ല ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. അമ്മയൊക്കെ കയറി ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് കല്യാണമൊക്കെ നടത്തുന്ന നമ്മുടെ കല്യാണ മണ്ഡപം, സാഫ് ഓഡിറ്റോറിയം കേട്ടോ. കുറേ വർഷം കൊണ്ടേ ഇവിടെ ഉള്ളതാണ് കേട്ടോ. കുറേ വർഷം കൊണ്ട് ഇവിടെ ഉള്ള ഒരു ഓഡിറ്റോറിയം കേട്ടോ. അത് നമ്മൾ പാങ്കോട് എത്തിയിട്ടുണ്ട്. പാങ്കോട് വില്ലേജ് ഓഫീസിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വില്ലേജ് ഓഫീസ് ഇതാണ്. നമ്മൾ അതിന് മുൻപായിട്ട് അപേക്ഷ എഴുതണം. അപേക്ഷ എഴുതാൻ കയറിയപ്പോൾ കൂട്ടുകാർ മഴ എടുത്തം ഒഴിച്ചു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവല് മഴ തന്നെയായിരുന്നു. ഭയങ്കര രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മളിവിടെ ഈ മഴ സമയത്തൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇപ്പോൾ അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പാവച്ചക്കാണെങ്കിൽ അവിടെ തണുത്ത് വിറച്ച്. ഫോമെല്ലാം ഫില്ല് ചെയ്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വില്ലേജ് ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ. ആനാട് വില്ലേജ് ഓഫീസ് വളരെ ക്ലിയർ അടിപൊളിയാണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ വെടിയിട്ടിട്ടുള്ളത് ഫുള്ള് കട്ടയും കാര്യങ്ങളും. 2020 നമ്മൾ അപേക്ഷയെ കൊടുത്തു. അടിപൊളി ഓഫീസ്, വില്ലേജ് ഓഫീസ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു വില്ലേജ് ഓഫീസ് കേട്ടാ. അടിപൊളി. കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുതിയ വില്ലേജ് ഓഫീസ്. എന്നാൽ നിങ്ങൾക്ക് പഴയ വില്ലേജ് ഓഫീസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ കാണുന്നതായി ഈ കെട്ടിടമാണ് കേട്ടോ, പഴയ വില്ലേജ് ഓഫീസ്. അതെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാമേ. ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. നമ്മളിതായത് ഇത് പുതിയലോട്ട് കയറി വരുന്ന വഴിയാണ്. ഇതിന് നമ്മൾ അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നതായി ഇതാണ് പഴയ നമ്മുടെ ആനാട് വില്ലേജ് ഓഫീസ് കേട്ടോ. പുതിയ വില്ലേജ് ഓഫീസിൻ്റെ ഇവിടെ നമ്മൾ താഴെ കാണുന്നതാണ്. ഇത് കണ്ടല്ലോ, പഴയ വില്ലേജ് ഓഫീസ്. ഇതാണ് നമ്മുടെ പഴയ വില്ലേജ് ഓഫീസ് കേട്ടോ. ഞാൻ ഇത് അകത്തോട്ടൊന്ന് കാണിച്ചു തരാം. എന്താ വില്ലേജ് ഓഫീസ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിവിടെ ഇരുന്നിട്ടുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ നമ്മളിവിടെ വന്നിരുന്നിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ പഴയ വില്ലേജ് ഓഫീസ് കേട്ടോ. കെട്ടിടങ്ങൾക്ക് പഴക്കമുണ്ട്, നല്ല പഴക്കമുള്ളൊരു കെട്ടിടം തന്നെയാണ്.
എന്നിരുന്നാലും കെട്ടിടം പൊളിഞ്ഞ് ഭയങ്കര കാറ്റൊന്നും വീണിട്ടില്ല. എന്നാലും കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ടാണ് അവർ ഈ കെട്ടിടം മാറിയത് എന്നാണ് അറിവ് കേട്ടോ. അത് നമ്മുടെ പുതിയ അടിപൊളിയായിട്ടൊരു പുതിയ കെട്ടിടം അപ്പുറത്ത് ചെയ്തത്. അപ്പം നിങ്ങൾക്കായിട്ട് നമ്മളിത് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നമ്മുടെ പഴയ ആനാട് വില്ലേജ് ഓഫീസ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ നമുക്ക് തിരിച്ച് നേരെ പോകേണ്ടത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ പുത്തൻപാലത്ത് നിന്ന് നേരെ നമ്മുടെ നെടുമങ്ങാട്ടേക്കാണ് കേട്ടോ പോകുന്നത്. നെടുമങ്ങാട് കൂടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് നെടുമങ്ങാട് ചെന്നിട്ട് എവിടെയാണ് എത്തിയതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറഞ്ഞു തരാമേ. അങ്ങനെ നെടുമങ്ങാട് റവന്യൂ ടവറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പോരെ? ഓക്കെ. ഇതാണ് നെടുമങ്ങാട് റവന്യൂ ടവർ. ഇതിനകത്തില്ലാത്ത ഒന്നുമില്ല കേട്ടോ. എന്താവശ്യമില്ല, നമ്മൾ എംപ്ലോയ്മെന്റിലാണ് കേട്ടോ വന്നത്. എംപ്ലോയ്മെന്റ്, ബ്യൂട്ടി പാർലർ, ബേക്കറികൾ എല്ലാം പുതിയ ഇതാണ് റവന്യൂ ടവറിന്റെ പുതിയ കെട്ടിടം കേട്ടോ, നെടുമങ്ങാട്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, വർക്കിംഗ് എല്ലാം നടക്കുന്നു. നേരെ ലിഫ്റ്റിൽ പോകാൻ പോയി കേട്ടോ. ഇത് ഫ്രണ്ട് ഫ്ലോറാണ് കേട്ടോ. നമ്മളങ്ങനെ ലിഫ്റ്റില് യാത്ര അപ്പോൾ ചേട്ടൻ്റെ അകത്തേക്ക് പോയി. ഞാൻ പോയില്ല കേട്ടോ. ഇതാണ് നമ്മളെ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പുറം. ഇതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. കാണാം. ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വരുമ്പോൾ നല്ല തിരക്കൊക്കെയാണ്. പക്ഷെ ഇന്ന് അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇതേ വരുന്നു, ലോണൊക്കെ അടച്ചിട്ട് വരികയാണ് കേസ്. എല്ലായിടത്തും ലോണ്. കൂട്ടുകാരെ, നെടുമങ്ങാട് റവന്യൂ ടവറിൻ്റെ 4ാമത്തെ ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഉള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുണ്ട്, താലൂക്ക് ഓഫീസുണ്ട്, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഓഫീസ്, കേരള കൗമുദിയുടെ ഓഫീസ്, പിന്നെ നെടുമങ്ങാട് നല്ല സിവിൽ സപ്ലൈ ഓഫീസ്, പിന്നെ അതുകൂടാതെ തന്നെ എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ പിന്നെ അതുകൂടാതെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതായത് നമുക്ക് നേരെ ഇവിടെ വന്നാൽ മാക്സിമം ഉള്ളതെല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പുതിയൊരു കെട്ടിടം കൂടെ ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ഫ്രണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് പോവേണ് ഇങ്ങോട്ടാണ്. പാവേ, ഇനി അടുത്തൊരു വണ്ടി ഒന്നും എടുക്കാൻ പറ്റും. ഇങ്ങോട്ട് മാറി മാറിക്കോട്ട്. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. മഴയൊക്കെ അങ്ങ് തോന്നും. ഇപ്പം നല്ല വെയിലായി. അപ്പോൾ നമ്മളവിടെ അപേക്ഷ എഴുതാൻ നിന്നപ്പോഴേ അവർ പറയുന്നുണ്ടായിരുന്നു ഇനി കുറച്ച് നേരം വെയിലായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും മഴയെന്ന് കേട്ടോ. നല്ല തെളിച്ചമുണ്ട് കേട്ടോ. ആകാശമൊക്കെ നല്ല തെളിച്ചുണ്ട്, നല്ല വെയിലൊക്കെ ഉണ്ട്. കോട്ടയാണോ ഗൈസ് വരുന്നത്? എത്തി. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് കേട്ടോ ഹോട്ടൽ കൃഷ്ണ. ഇത് എന്ന് പറയുന്നത് നമ്മളെ വാണ്ടേ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്കൊരു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറാണ്. കൊള്ളാം. നല്ല ഓപ്പണായിട്ട് തന്നെയാണ് എല്ലാം പൊതിയാനെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു ചോറാണ് ഒരു ഊണ്, ഒരു വെജിറ്റബിൾ ഊണ് ഓർഡർ ചെയ്തായിരുന്നു. അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയുള്ള റെഡിയായി. നമ്മൾ കൃഷ്ണ ഹോട്ടൽ വാണ്ടയിലുള്ള ഒരു കടയിൽ കയറ്റിയിട്ടാണ് നമ്മൾ കയറിയിട്ടാണ് ഊണൊക്കെ വാങ്ങിയത്. അപ്പം നമ്മളിതാ ഊണൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ വാവച്ചി? പതുക്കെ കയറിപ്പോ. അത് തന്നെ ഭയങ്കര സ്റ്റൈല്.
വന്ന ഉടനെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ രാവിലെ കഴുകി വെച്ചിരുന്ന തുണി എടുത്തിട്ട് മീനു എൻ്റെ വാവച്ചിക്കുട്ടി അങ്ങനെ മഴക്കോള് താണ്ട നല്ല മഴക്കോള് അടിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഓടി വന്നിട്ട് തുണി വിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൃഷ്ണ ഹോട്ടലിലെ ഊണ് നമ്മളൊന്ന് നോക്കണം കേട്ടാ. എന്താ കൊണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ നമ്മുടെ ചോറൊക്കെ അതാ തുറന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വാച്ചി? ചോറിൻ്റെ അടുത്ത് എത്ര വേണമെന്ന് ഇനിയും വേണമെന്നാണ് ചോദിച്ചത്. എന്നാൽ വേണ്ട, ചോറ് നമുക്ക് ഇത്രയും മതി. പച്ചടി, പപ്പടം, പിന്നെ ഇതെന്താണ് അവിയല, അവിയൽ, വിഴുക്ക്, ഇത്രയാണ്. പിന്നെ ഒഴിച്ചേറി എന്തുണ്ട്? സാമ്പാറും പരിപ്പും. ഇത്രയാണ് ഇന്ന് ഇതിലെ ഊണ് കേട്ടാ. അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. 70 അതെ, 70 രൂപയാണ്. 70 രൂപ. കുഴപ്പമില്ല. ചോറങ്ങനെയുണ്ട്? ചോറൊക്കെ സൂപ്പർ. നിങ്ങൾ എണീറ്റ് പോയില്ലേ? ഞാൻ ഒറ്റയ്ക്ക് സാമ്പാർ വെച്ച് ഞാൻ ചോറൊക്കെ കഴിച്ച് മതിയാക്കി. അവിടെ ഒരാൾ ചോറ് കറി എടുത്ത് ഓടി പോയടെ. എന്തായാലും കൊള്ളാലോ, സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ അവർക്കൊരു തമ്പ് കിടക്കട്ടല്ലേ. സൂപ്പർ ഊണ്. നീ ഒന്നും പറയണ്ട. ശരി, ഓക്കെ, ടാറ്റാ. അപ്പോൾ ഞാൻ സ്കൂൾ വണ്ടി ഓടാൻ പോകും. സ്കൂൾ വണ്ടി ഓട്ടോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചുള്ളിമാനൂരോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചുള്ളിമാനൂർ ജംഗ്ഷൻ, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടോ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. സ്റ്റാൻഡിലിരിക്കുന്നതിനിടയ്ക്ക് കണ്ട കാഴ്ചയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മുമ്പ് ഈ പട്ടി ഈ നായ നമ്മളെ സ്റ്റാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരുപാട് നേരമായിട്ട് കറങ്ങുന്ന കണ്ടിട്ട് പിന്നെ ആ ഫ്രണ്ട് പോയി ഒരു ബിസ്ക്കറ്റും പിന്നെ ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ആശാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കറങ്ങിയില്ല. കൊടുക്കണമെങ്കിൽ ഇതിനൊക്കെ തന്നെ കൊടുക്കണം അല്ലേ കൂട്ടുകാരെ. സ്റ്റാൻഡിൽ വന്നതിന് ശേഷം ഒരു ഓട്ടം കിട്ടി കേട്ടോ. സ്ഥലം വളരെ അടിപൊളിയാണ് കേട്ടോ. ഒരു ഓട്ടം പോകാൻ പോകണം. അപ്പോൾ കൂട്ടുകാരെ, ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നു. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്കായിട്ട് ഇതാ കടലക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ. നല്ല ചൂട് പറക്കുന്ന ഗോതമ്പ് പുട്ട്. ഗോതമ്പ് മാവിടെ ശരിക്കും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ടും കടലക്കറി സൂപ്പർ കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നു. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം, ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്കായിട്ട് ഇതാ കടലക്കറി വെച്ചിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ ഗോതമ്പ് പുട്ടാണ് കേട്ടോ. നല്ല ചൂട് പറക്കുന്ന ഗോതമ്പ് പുട്ട്. ഗോതമ്പ് മാവിടെ ശരിക്കും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പുട്ടും കടലക്കറി സൂപ്പർ കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. മീനുക്കുട്ടീനെ ഒരുപാട് പേര് ലൈവിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മീനുക്കുട്ടീനെ വീഡിയോയിലൊക്കെ കാണിക്കണമല്ലോ അല്ലേ മീനു? മീനു സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ കാണാനൊന്നും പറ്റാത്തത് അല്ലേ? പുതിയ ശ്രദ്ധയ്ക്ക് ഇതാണ് നമ്മുടെ സൈഗ. അതെ, മീനുക്കുട്ടി. അതെ. അപ്പൊ അങ്ങനെ വൈകുന്നേരം വന്ന് നമ്മുടെ പുട്ടും കടലക്കറി, മീനൂട്ടിക്ക് ഇഡ്ഡലി, ചായ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. മീനൂട്ടി ടാറ്റോട്. കഴിച്ചോണ്ട് ചായ കുടിക്കണ്ട്.